ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് സൺറൈസ് മീറ്റിംഗ് ആണ്. എല്ലാ സെക്ഷൻ ഓഫീസിൻ്റെയും തുടക്കം ഒരു സൺറൈസ് മീറ്റിങ്ങിലൂടെയാണ്. എന്താണ് സൺറൈസ് മീറ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. സൺറൈസ് മീറ്റിംഗ് രാവിലെ കൃത്യം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 9 മണിക്ക് അപ്പുറത്ത് ഒരിക്കലും പോകാൻ പാടില്ല. ഈ 8 മണി തൊട്ട് 9 മണിയുടെ ഇടയിൽ നമ്മൾ സൺറൈസ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കുകളാണ്. ഈ സൺറൈസ് മീറ്റിങ്ങിൽ എയ്മാർ പങ്കെടുക്കേണ്ടതാണ്. സൺറൈസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു സൺറൈസ് രജിസ്റ്റർ ഉണ്ട്. ഈ രജിസ്റ്ററിൻ്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൺറൈസ് മീറ്റിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ നമ്മുടെ 11 kV ലൈൻസ്, നമ്മുടെ ഫീഡേഴ്സ് എങ്ങനെയാണ് സപ്ലൈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഡിസ്കസും ചെയ്യണം. കൂടാതെ നമുക്കൊരു ഡിസ്പ്ലേ ബോർഡുണ്ട്, അതിലത് കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഫീഡർ അറേഞ്ച്മെൻറ്റ്സ് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റാഫിന് സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓഫീസിൽ എല്ലാ ലൈൻ സ്റ്റാഫുകളും, അതായത് വർക്കർ തൊട്ട് ലൈൻമാൻ, ഓവർസിയർ, സബ് എഞ്ചിനീയർ, ഉൾപ്പെടെ ഫീഡർ അറേഞ്ച്മെൻറ്റ് അന്നത്തെ അറിഞ്ഞിരിക്കണം എന്നാണ്. ചില സാഹചര്യങ്ങളിൽ ഈ ഫീഡർ അറേഞ്ച്മെൻറ്റ്സ് മാറ്റിയിടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫീഡർ അറേഞ്ച്മെൻറ്റ്സിൽ എന്തെങ്കിലും വിധത്തിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്പ്ലേ ബോർഡിൽ എഴുതി മാറ്റേണ്ടതുകൊണ്ട്. കൂടാതെ നമുക്ക് ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ്, മിക്കവാറുമുള്ള സെക്ഷൻ ഓഫീസിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും സ്റ്റാഫുകളുടെ ഇടയിൽ. കൃത്യമായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്ത് അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫും ഫീഡർ അറേഞ്ച്മെൻറ്റിൽ ഉണ്ടായ ചേഞ്ചസ് കൃത്യമായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സേഫായിട്ട് അവർക്ക് നമ്മുടെ പവർ ലൈൻസിൽ വർക്ക് ചെയ്യാനും പറ്റും. സൺറൈസ് മീറ്റിങ്ങിൽ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ വർക്ക് അറേഞ്ച്മെൻറ്റ്സ് ആണ്. പല രീതിയിലുള്ള വർക്കുകളായിരിക്കും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വർക്കുകൾ ചിലപ്പം ബ്രേക്ക് ഡൗൺ വർക്കുകളായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഏതെങ്കിലും മെയിൻ്റനൻസുകളായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്യാപിറ്റൽ വർക്ക്സ് കാണും, ഒരു സ്പെഷ്യൽ സ്കീമിൽ ഉൾപ്പെടുത്തിയ വർക്കുകൾ. ഈ വർക്കുകൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫായിരിക്കും ചെയ്യുന്നത്, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോൺട്രാക്ട് സ്റ്റാഫ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. സൺറൈസ് മീറ്റിംഗ് രജിസ്റ്ററിൻ്റെ അകത്ത് കാണിക്കുന്ന എല്ലാ കോളങ്ങളും കൃത്യമായിട്ട് ഫില്ല് ചെയ്തിട്ട് അത് നിർബന്ധമായിട്ട് എല്ലാ സ്റ്റാഫിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യണം. ഇനി വർക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ദിവസം അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫ്, ചില സ്റ്റാഫുകൾ ലീവിലായിരിക്കാം, അവരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങളുടെ എമൗണ്ട് ഓഫ് ബ്രേക്ക് ഡൗൺ കംപ്ലയിൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഇന്ന ഏരിയയിലോട്ട് എത്ര സ്റ്റാഫിനെ വിടണം ഈ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് സ്യൂട്ടബിളി തീരുമാനിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ പവറുണ്ട്. ഫീഡർ അറേഞ്ച്മെൻറ്റ്സും വർക്ക് അറേഞ്ച്മെൻറ്റ്സും സബ് എഞ്ചിനീയേഴ്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മോണിറ്റർ ചെയ്യാനും സൂപ്പർവിഷനുമാണ് ഒരു എയുടെ ഉത്തരവാദിത്വം. അടുത്ത പ്രധാനപ്പെട്ട സൺറൈസ് മീറ്റിങ്ങിൽ ഒരു കാര്യമാണ് സേഫ്റ്റി ലീഡറിനെ തിരഞ്ഞെടുക്കുക. സബ് എഞ്ചിനീയേഴ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം സേഫ്റ്റി ലീഡർ വീണ്ടും എണീറ്റ് നിന്ന് കൃത്യമായിട്ട് അന്നത്തെ ഫീഡർ അറേഞ്ച്മെൻറ്റ് പറയേണ്ടതുണ്ട്. അതുകൂടാതെ സേഫ്റ്റി ലീഡർ സേഫ്റ്റി കിറ്റ് എല്ലാ സ്റ്റാഫിൻ്റെയും പരിശോധിച്ച് അത് അവരുടെ കയ്യിൽ എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒരു സേഫ്റ്റി കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഇതുകൂടാതെ സേഫ്റ്റി ലീഡർ കൃത്യമായിട്ട് അന്ന് നടക്കുന്ന ഒരു മേജർ വർക്കിൻ്റെ സേഫ്റ്റി പോളിസീസ് അല്ലെങ്കിൽ സേഫ്റ്റി പ്രൊസീജിയർ, നമുക്കൊരു സേഫ്റ്റി മാനുവലുണ്ട്, അത് നോക്കി പറയേണ്ടതായിട്ടുണ്ട്. അടുത്തതായി എല്ലാ ഓഫീസിലും ഒരു CSC ഡെസ്ക് ഉണ്ട്. ഈ CSC ഡെസ്കിൽ നമ്മൾ ചില സെക്ഷനുകളിൽ നടന്ന ആക്സിഡൻസ് ഉണ്ട്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എന്നിരുന്നാലും ആ ആക്സിഡൻസ് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളത് സൺറൈസ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ ചില സേഫ്റ്റി ലാപ്സുകൾ കൊണ്ടായിരിക്കാം ആ ആക്സിഡൻസ് ഉണ്ടാകും. ഇത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി വേറൊരു സെക്ഷൻ ഓഫീസിൽ ഇതുപോലൊരു അപകടം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൺറൈസ് മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു സേഫ്റ്റി പ്ലെഡ്ജിലൂടെയാണ്. ഈ സേഫ്റ്റി പ്ലെഡ്ജ് എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ സൺറൈസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെടെ ഈ സേഫ്റ്റി പ്ലെഡ്ജ് പറയേണ്ടതായിട്ടുണ്ട്. സേഫ്റ്റി പ്ലെഡ്ജ് ലീഡ് ചെയ്യുന്നത് സേഫ്റ്റി ലീഡർ ആയിരിക്കും. സേഫ്റ്റി പ്ലെഡ്ജ് പറഞ്ഞ് ആ മീറ്റിംഗ് നമ്മൾ കൺക്ലൂഡ് ചെയ്താണ് എല്ലാ സ്റ്റാഫിനെയും വർക്കിന് അറേഞ്ച് ചെയ്ത് വിടുന്നത്. അങ്ങനെ സൺറൈസ് മീറ്റിങ്ങിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.